ഭ്രമയുഗം എന്ന മമ്മൂട്ടി ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന പേരാണ് കുഞ്ചമൺ പോറ്റി. സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വെറുമൊരു കഥാപാത്രമല്ല, കേരളത്തിന്റെ ഐതിഹ്യ ചരിത്രത്തിലെ തന്നെ ഒരു കഥാപാത്രമാണ് കുഞ്ചമൺ പോറ്റി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഒന്നിലധികം കഥകളിൽ കുഞ്ചമൺ പോറ്റിയുടെ കഥാസന്ദർഭങ്ങളുണ്ട്. മന്ത്രവും തന്ത്രവും വശമുള്ള ചാത്തൻ സേവയുള്ള ഒരു മന്ത്രവാദി. ശ്രീപോർക്കലിയിൽ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടും ചാത്തനെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തി സേവകനാക്കി കൂടെ കൊണ്ടു നടക്കുന്ന കുഞ്ചമൺ പോറ്റിയും ഒരു കഥയിൽ വരുന്നുണ്ട്. ഐതിഹ്യ പ്രശസ്തനായ മഹാമാന്ത്രികൻ കടമറ്റത്ത് കത്തനാരുടെ കഥയിലാകട്ടെ കത്തനാരുടെ സമകാലികനായി ശങ്കുണ്ണി പോറ്റിയെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഒരാൾ ഇന്ദ്രജാലക്കാരനും രണ്ടാമൻ ആഭിചാരം ചെയ്യുന്ന മന്ത്രവാദിയും. സുഹൃത്തുക്കളെങ്കിലും അല്പം അസൂയയും പരസ്പരമുണ്ട്. നേരിൽ കാണുമ്പോഴെല്ലാം കുഞ്ചമൺ പോറ്റി കത്തനാരെ മനയിലേക്ക് ക്ഷണിക്കുമായിരുന്നു. ക്ഷണം സ്വീകരിച്ച കത്തനാർ ഒരിക്കൽ മനയിലേക്ക് ചെന്നു. ആൾ സഹായമില്ലാതെ തനിയെ നീങ്ങിയ തോണിയിലാണ് കത്തനാർ മനയിലെത്തുന്നത്. 2 ദിവസമെങ്കിലും അവിടെ തങ്ങണമെന്ന പോറ്റിയുടെ അഭ്യർത്ഥന നിരസിച്ച് കത്തനാർ അന്ന് തന്നെ പോകാൻ ഒരുങ്ങുന്നു. ഇരുവരും ഒരുമിച്ച് കടവിലെത്തി. ഓ, നമ്മുടെ വള്ളം ഇവിടെ കാണുന്നില്ലല്ലോ. ഇതാ എൻ്റെ തോണി മാവിൻ്റെ മുകളിലിരിക്കുന്നു. ഇവിടുത്തെ കടവിലാണ് ഞാൻ തോണി ഇട്ടത്. അതിനാൽ അത് താഴെ ഇറക്കിച്ചു തരാനുള്ള ചുമതല ഇവിടേക്കാണ്. മാവിൻ്റെ മുകളിലിരിക്കുന്ന വള്ളം താഴെ ഇറക്കിച്ചു തരാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല. അത് കത്തനാർ തന്നെ എങ്ങനെയെങ്കിലും ഇറക്കിച്ച് പോയിക്കോണം. ഉപായമൊന്നും പറയേണ്ട, സംഗതിയൊക്കെ എനിക്കറിയാം. തോണി താഴെ ഇറക്കിച്ചു തരാത്ത പക്ഷം അന്തർജനങ്ങൾ വസ്ത്രമൊടുക്കാതെ വെളിയിലിറങ്ങി വന്ന് മാവിന്മേൽ കയറി തോണി താഴെ കൊണ്ടുവരാനുള്ള വിദ്യ ഞാൻ പ്രയോഗിക്കും. അതുകൂടാതെ കഴിക്കുകയല്ലേ നല്ലത്. കത്തനാർ വിചാരിച്ചാൽ അത് സാധിക്കും. പരീക്ഷിച്ചു നോക്കാം. കത്തനാരും പോറ്റിയും തമ്മിൽ ഇത്രയും സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന അന്തർജനങ്ങൾ വിവസ്ത്രകളായി പുറത്തേക്ക് വന്നു തുടങ്ങി. എൻ്റെ കത്തനാരെ, എന്നെ അപമാനിക്കരുതേ. ഞാൻ ഇപ്പോൾ വള്ളം ഇറക്കിച്ചു തരാം. കോട്ടയം പുതുപ്പള്ളി കൈതേ പാലത്തിനടുത്താണ് പുഞ്ചമൺ മന. മാന്ത്രിക വിദ്യയോ മന്ത്രവാദമോ ആയി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് മനയിലെ പിന്മുറക്കാർ പറയുന്നത്. ഭ്രമയുഗം പക്ഷേ പുഞ്ചമൺ മനയെയും പോറ്റിയെയും മന്ത്രവാദികളായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് മനയിലുള്ളവർ കോടതിയെ സമീപിച്ചത്. വിവാദത്തിന് പിന്നാലെ ഭ്രമയുഗത്തിലെ കുഞ്ചമൺ പോറ്റി പേരുമാറ്റി കൊടുമൺ പോറ്റിയായിട്ടുണ്ട്. ആ പോറ്റിയാണോ ഈ പോറ്റിയെന്ന് കണ്ടറിയാം.